കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടഭാഗം തകർന്ന് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവാണ് മരിച്ചത്. മകൾ നവമിയുടെ ശസ്ത്രക്രിയയ്ക്കായി എത്തിയതായിരുന്നു ബിന്ദു. തകർന്നു വീണ കെട്ടിടത്തിലെ ശുചിമുറിയിൽ കുളിക്കാൻ പോയതായിരുന്നു ബിന്ദുവെന്ന് ഭർത്താവ് പറഞ്ഞു. ഇവരുടെ മകൾ ട്രോമാ കെയറിൽ ചികിത്സയിലാണ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിലെ ശുചിമുറികൾ അടച്ചിരുന്നതായി അധികൃതർ പറയുമ്പോഴും രോഗികളും കൂട്ടിരിപ്പുകാരും ഈ ശുചിമുറികൾ ഉപയോഗിച്ചിരുന്നു എന്നതാണ് വസ്തുത. കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് അടിയിൽ കുടുങ്ങിയ ബിന്ദുവിനെ 2.5 മണിക്കൂറിന് ശേഷം മാത്രമാണ് പുറത്തെടുക്കാനായത്. ഇതും വീഴ്ചയായാണ് വിമർശിക്കുന്നത്. 60 വർഷത്തിലധികം പഴക്കമുള്ള ബലക്ഷയമുള്ള കെട്ടിടത്തിന്റെ ഭാഗമാണ് തകർന്നത് എന്നാണ് മന്ത്രിമാരായ വീണ ജോർജും VN വാസവനും വിശദീകരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ആരെങ്കിലും അടിയിൽ കുടുങ്ങിയിരിക്കാൻ സാധ്യതയില്ലെന്നും ഇവർ പറഞ്ഞതിന് പിന്നാലെയാണ് ബിന്ദുവിനെ കാണാനില്ലെന്ന ഭർത്താവ് വിശ്രുതന്റെ പരാതി എത്തുന്നത്. ഇതിനിടെ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കി പരിശോധന ആരംഭിച്ചിരുന്നു. 2.5 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ബിന്ദുവിനെ കണ്ടെത്തി പുറത്തെടുക്കുന്നത്. അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. അപകടം നടന്ന് വൈകാതെ ബിന്ദുവിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അടച്ചിരുന്നതായി അധികൃതർ അവകാശപ്പെടുന്ന കെട്ടിടത്തിന്റെ ഭാഗം പക്ഷേ രോഗികളും കൂട്ടിരിപ്പുകാരും ഉപയോഗിച്ചിരുന്നു. ഇത് തടയാൻ അധികൃതർക്കായില്ല. തകർന്നു വീണ പഴയ കെട്ടിടത്തിലെ വാർഡുകൾ ഈ മാസം അവസാനത്തോടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നുവെന്ന് അധികൃതർ പറയുമ്പോൾ ആ മാറ്റം 1-2 മാസം മുൻപേ നടപ്പാക്കാനായിരുന്നെങ്കിൽ ഒരു ദാരുണ സംഭവം ഒഴിവാക്കാനാകുമായിരുന്നു. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് 2013 തന്നെ റിപ്പോർട്ട് ലഭിച്ചിരുന്നതായി മന്ത്രിമാർ തന്നെ വ്യക്തമാക്കുന്നു. ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷവും പഴയ കെട്ടിടം തന്നെ ഉപയോഗത്തിലിരുന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് പറയുമ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചയുടെ ഗൗരവം വർദ്ധിക്കുകയാണ്. അമൃത ന്യൂസ്, കോട്ടയം.